ക്രിസ്റ്റോട്ടോമി രചനയും സംവിധാനവും നിർവഹിച്ച ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വൈകാരിക ആഘാതമേൽപ്പിക്കുകയും ശുഭാന്ത്യ സൂചനകളില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഒടുവിൽ പെയ്തൊഴിയുന്ന കാർമേഘം പോലെ ചുരുളഴിയുന്നതോ ഗോപ്യമാക്കി വെച്ചതോ ആയ രഹസ്യങ്ങളുടെ വെളിപ്പെടലിൽ അന്നുവരെ കരുതി വെച്ച ശരിതെറ്റുകൾ തകിടം മറിയുന്നതിന് സാക്ഷിയോ ഇരയോ ആവുക. അതിലൂടെ ബന്ധങ്ങളിൽ അഴിച്ചുപണി നടത്തുക, അല്ലെങ്കിൽ നടത്തേണ്ടി വരിക, പുതിയ സമവാക്യങ്ങളിൽ എത്തിച്ചേരുക. മിക്കപ്പോഴും വളരെ വിനാശകരമായ ശൈഥില്യം, അല്ലെങ്കിൽ ജീവിതം ജീവിതാർഹം തന്നെയാണ് എന്ന് ഏറെ വിലയൊടുക്കി മനസ്സിലാക്കുകയും പുതിയൊരു വെളിച്ചത്തിലേക്ക് നടക്കാൻ തുടങ്ങുകയും ചെയ്യുക. ഒട്ടേറെ മികച്ച ചിത്രങ്ങൾക്കും ഫിക്ഷനും ഇടയാക്കിയിട്ടുള്ള പ്രമേയം തന്നെയാണ് ഇത്. അതാണ് ഉള്ളൊഴുക്കിലും നമുക്ക് കാണാനാവുന്നത്. വീടുകൾക്ക് രഹസ്യങ്ങളുണ്ട് എന്ന പോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളുടെ പൊട്ടിത്തെറിയും പഴയ സമവാക്യങ്ങൾ തകർന്നു പോവുകയോ പുതിയവ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യാം. ഇത്തരം പ്രമേയങ്ങൾ ഒരുപാട് ചിത്രങ്ങളിൽ, പ്രത്യേകിച്ച് ടർക്കിഷ്, ഇറാനിയൻ സിനിമകളിൽ, യൂറോപ്യൻ സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. 2015 പുറത്തിറങ്ങിയ ഒരു ഇറാനിയൻ സിനിമ, റോഹുല്ല ഹിജാസിയുടെ ഡെത്ത് ഓഫ് ഫിഷ് പറയുന്നതിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് നിക്കി ചിത്രം. ആ ചിത്രത്തിലെ ഏറെക്കുറെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ പോലുമാണ്. ഒരു മാട്രിയാർക്ക്, കുടുംബത്തിലെ ഒരു മുത്തശ്ശി മരിക്കുന്നു. അപ്പൊ അവർ വളരെ വിചിത്രമായ ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. 3 ദിവസം അവരുടെ ജഡം ആരെയും പുറത്ത് കാണിക്കാതെ സൂക്ഷിക്കണം, ആരെയും പുറത്ത് അറിയിക്കാനും പാടില്ല. ഇത്തരം ഒരു സിറ്റുവേഷനെ കുടുംബത്തിലെ സ്ത്രീകൾ മാത്രം എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നതാണ് ചിത്രത്തിലെ ഒരു കാതലായ പ്രമേയം. അതുപോലെ പെദ്രോ അൽമുദോവാറിന്റെ പല ചിത്രങ്ങളിലും ഇത്തരം സിറ്റുവേഷൻസ്, ഞാൻ പറഞ്ഞ വളരെ ബ്രോഡായിട്ടാണ്, അത്തരം സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പെനലോപ്പി ക്രൂസ് അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, 2015 16 മറ്റോ പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്. അതുപോലെ കൊങ്കണ സെൻ ശർമ്മയുടെ ഡെത്ത് ഇൻ ദ ഗഞ്ച് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഓർമ്മ വരുന്നു. ഇത്തരം ചിത്രങ്ങളിലൊക്കെ ഞാൻ വളരെ ബ്രോഡായിട്ട് പറയുകയാണ്, ഇത്തരം ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന എറപ്ഷൻസ്, ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു പശ്ചാത്തല സൃഷ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളൊഴുക്കിലേക്ക് വരുമ്പോൾ പുരുഷാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് നിഷേധിക്കപ്പെടുന്ന യുവതിയും മകന്റെ ഭാര്യയെ മകളായി കണ്ട് സ്നേഹിക്കുന്ന ഭർത്തൃമാതാവും എന്ന സമവാക്യം ഒരു വശത്ത്, മൂടിവെച്ച ഇരുണ്ട രഹസ്യങ്ങളുടെ വെളിപ്പെടലിലൂടെ അല്ലെങ്കിൽ വെളിപ്പെടുത്തലിലൂടെ അവയുടെ ശാലീന ഭാവം നഷ്ടപ്പെടുകയും സ്നേഹമസൃണമായ അന്തരീക്ഷം വൈരാഗ്യപൂർണമാവുകയും ചെയ്യുക എന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. നൂലിഴ പിഴച്ചാലും മെലോഡ്രാമയിലേക്ക് കൂപ്പൂത്താനിടയുള്ള പ്രമേയമാണിത്. അത് സംഭവിക്കാതെ 2 മുഖ്യ കഥാപാത്രങ്ങളുടെ വീർപ്പുമുട്ടലുകൾ വീറില്ലാതെ പ്രേക്ഷകരെ അനുഭവിപ്പിക്കുന്നു എന്നതാണ് രചയിതാവ് കൂടിയായ സംവിധായകൻ ക്രിസ്റ്റോട്ടോമിയുടെ വിജയം. സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എടുത്ത് പറയേണ്ട സ്ക്രിപ്റ്റിന്റെ വലിയൊരു മേന്മ, ഇങ്ങനെ വളരെ ക്രിപ്റ്റിക്കായിട്ട് ഇത്തരം ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കുകയും അത് വിജയകരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട പ്രിന്റ് നൽകുകയും ചെയ്യുന്നു എന്നതാണ്. പിന്നെ ഈ ചിത്രത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശരിയായ വഴി പലർക്കും അതങ്ങ് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. ആ വഴി എന്ന് പറയുന്നത് അഞ്ജുവിന്റെ കമ്മിങ് ഓഫ് ദ ഏജ് ജേണിയായിട്ട് ചിത്രത്തെ സമീപിക്കലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പറയുമ്പോൾ ആധുനിക സാഹിത്യത്തിലൊക്കെ കാണുന്ന തരം സ്വയം തെരഞ്ഞെടുക്കുന്ന സ്പിരിച്വൽ ഒഡീസി എന്ന അർത്ഥത്തിലല്ലാതെ, പെർഫോഴ്സ് ഷീ ഈസ് കമ്പൽഡ് ടു അൺലേൺ ആൻഡ് ലേൺ ന്യൂ ലെസൺസ് ഇൻ ദ ഹാർഡസ്റ്റ് പോസിബിൾ വേ എന്നാണ് പറയാനാവുക. വളരെ വില കൊടുത്തു മാത്രം പുതിയ തിരിച്ചറിവുകളിലേക്ക് നീങ്ങേണ്ടി വരുന്ന അഞ്ജുവിന്റെ ഒരു യാത്രയായിട്ട്, ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റിന്റെ യാത്രയായിട്ട് ചിത്രത്തെ കാണുന്നതായിരിക്കും ചിത്രത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശരിയായ വഴി എന്ന് എനിക്ക് തോന്നുന്നു. ലീലാമ്മയുടെ ജീവിതത്തിൽ അധികം മാറ്റങ്ങളൊന്നും ചിത്രത്തിന്റെ കാലദീക്ഷയിൽ സംഭവിക്കുന്നില്ല. മകന്റെ അവസ്ഥ സൃഷ്ടിക്കുന്ന ആഘാതം, മകളെപ്പോലെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മരുമകളോട് ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള അഗ്ലി സീക്രട്ട് എന്നും മൂടി വെക്കേണ്ടി വരുന്നതിന്റെ സമ്മർദ്ദം, ഇത്രയുമാണ് ചിത്രത്തിലുടനീളം അവർ നേരിടുന്നത്.
അഞ്ജുവിന്റെ വിശ്വാസവഞ്ചന ഉണ്ടാക്കുന്ന ആഘാതം മാത്രമാണ് വർത്തമാനകാലത്ത് അവർ നേരിടേണ്ടി വരുന്ന ഒരു അഡീഷണൽ ട്രോമ എന്ന് പറയുന്നത്. എന്നാൽ അഞ്ജുവിന്റെ കാര്യം അങ്ങനെയല്ല. ഇഷ്ടമില്ലാത്ത ജീവിതത്തിലേക്ക് നിർബന്ധിക്കപ്പെടുന്നതിന്റെയും പ്രണയനഷ്ടത്തിന്റെയും ആഘാതങ്ങളാണ് തുടക്കത്തിൽ. പിന്നെ അത് ഓരോരോ ഘട്ടത്തിൽ പുതിയ ആഘാതങ്ങളായി വളരുന്നു. എല്ലാവരും സ്നേഹിച്ചവരൊന്നൊഴിയാതെ തന്റെ ജീവിതം പന്താടുകയായിരുന്നു എന്ന് പടിപടിയായി ആണ് അവൾ മനസ്സിലാക്കുന്നത്. ഓരോ അറിവിലും അവൾ സ്വയം സജ്ജയാവുകയാണ് എന്ന അർത്ഥത്തിൽ അത് അവളുടെ ആത്മവികാസത്തിന്റെ പടവുകളാണ് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഒടുവിൽ അവൾ പ്രഖ്യാപിക്കുന്നത്, ആരെതിർത്താലും അടക്കം കഴിഞ്ഞാൽ ഞാൻ പോകും എന്ന്. ഒടുവിൽ ഏറ്റവും ഞെട്ടിക്കുന്ന തിരിച്ചറിവിലേക്കും അവൾ എത്തുന്നു. എന്തിനു വേണ്ടി അത്രയും പൊരുതിയോ അതും തനിക്കായി ഒന്നും കരുതി വെച്ചിട്ടില്ലെന്നും തന്റെ വഴി സ്വയം തിരഞ്ഞെടുക്കണം എന്നും തിരിച്ചറിയുന്ന ആ ഘട്ടത്തിലാണ്, അവിടെയാണ് അവളുടെ ആത്മീയ വികാസം പൂർണ്ണമാകുന്നതും അവൾ തന്റെ അസ്തിത്വം സ്ഥാപിക്കുന്നതും. ചിത്രം അവസാനിക്കുന്നതും ആ തിരിച്ചറിവിന്റെ പുതിയ കൂട്ടുകെട്ടിന്റെ വെളിച്ചത്തിലാണ് എന്ന് കാണാൻ പറ്റും. ഫെയർ ഈസ് ഫൗൾ, ഫൗൾ ഈസ് ഫെയർ എന്നൊരു ഷേക്സ്പിയറിയൻ നക്ഷൽ പ്രയോഗമുണ്ട്. ദുരന്തത്തെക്കുറിച്ചുള്ള ഷേക്സ്പിയറുടെ ഒരു കാഴ്ചപ്പാടാണത്. അഞ്ജു ഒരർത്ഥത്തിൽ ഈ സമവാക്യത്തെ തിരിച്ചിടുകയാണ്. പെൺ സൗഹൃദം എന്ന ഫെമിനിസ്റ്റ് പ്രഖ്യാപനം കൂടിയായി അത് മാറുന്നുണ്ട്. അതിലേക്ക് അവൾ എത്തിപ്പെടുന്നതാകട്ടെ പുതിയ ആ ഒടുവിലത്തെ കണ്ടെത്തലിലാണ്. പ്രണയമാരീജന്റെ പുരുഷാധികാര പ്രവണത, ആർത്തിയും ലൈംഗിക ആണധികാര പ്രഖ്യാപനവും. ഇവിടെയും കർത്തൃത്വമുള്ള കഥാപാത്രമായി ഉയർന്നു നിൽക്കുന്നത് അഞ്ജുവാണ്. എല്ലാം മറ്റുള്ളവരുടെ കണ്ണിൽ അവൾക്ക് വേണ്ടി ശരിയായിരിക്കുന്നു എന്ന് വരുമ്പോൾ അവൾ തന്നെയാണ് തിരിച്ചറിയുന്നത് ഒന്നും ശരിയായിട്ടില്ലെന്നും തന്റെ ഇടം താൻ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നും. ഒരു ലൈഫ് അഫേമിംഗ് നോട്ടിൽ ഇത്തരം ഒരു ചിത്രം അവസാനിപ്പിക്കാനാവുകയും അത് പതിവ് ഫീൽ ഗുഡ് ക്ലീഷേകളിലേക്ക് പോകാതെ നിർവഹിക്കുകയും ചെയ്യുന്നു എന്നതിലാണ് കടഞ്ഞെടുത്ത ക്രിറ്റിന്റെ പിൻബലം പ്രകടമാകുന്ന മറ്റൊരു ഘട്ടം. നേരത്തെ നമ്മൾ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവസാന ഷോട്ട് വളരെ ശ്രദ്ധേയമാണ്. ലീലാമ്മയും മഞ്ജുവും പരസ്പരം താങ്ങായി വഞ്ചിയിൽ നീങ്ങുന്നു. ഉള്ളൊഴുക്കുകളും അടിയൊഴുക്കുകളും എതിരൊഴുക്കുകളും തുടരുന്നുണ്ടാവും, പക്ഷെ അവരിനി തനിച്ചല്ല. ആക്ടേഴ്സ്, ആക്ടിങ് എന്നീ മേഖലകൾ എടുക്കുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് തീർച്ചയായും രണ്ട് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. മലയാള സിനിമയിലെ രണ്ട് ഹെവി വെയിറ്റുകൾ ഒരുമിച്ച് വരുന്നു എന്നത് തന്നെയാണല്ലോ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും. പാർവതിയുടെ പ്രകടനം തന്നെയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ഇത്തിരി അൺപോപ്പുലർ ആയൊരു നിരീക്ഷണമായേക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അത് പറയാൻ വ്യക്തമായ കാരണമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ചിത്രത്തിൽ ഏതാണ്ട് ഉടനീളം ഒരേ ഗ്രാഫിൽ പോകുന്ന കഥാപാത്രമാണ് ഉർവശിയുടേത്. അവരെ പോലെ ഒരു മാസ്റ്റർ ക്ലാസ് സീസൺഡ് പെർഫോമർക്ക് കേക്ക് വാക്ക് ചെയ്യാനാവുന്ന കഥാപാത്രം അതവർ ഉജ്ജ്വലമാക്കിയിട്ടുമുണ്ട്. എന്നാൽ അഞ്ജുവിൻ്റേത് കൊടുങ്കാറ്റ് പിടിച്ച ജീവിതമാണ്. ഷീ ഹാസ് ടു നെഗോഷിയേറ്റ് ആൻ എൻറ്റയർ ഗാമറ്റ് ഓഫ് ഇമോഷണൽ കോൺഫ്ലിക്ട്സ്. അതീവ ചാരുതയോടെ പാർവതി ആ വെല്ലുവിളിയിൽ വിജയിക്കുന്നു. പക്ഷെ ഈ വശം ബോധപൂർവം ചർച്ചകളിൽ അവഗണിക്കപ്പെട്ട് കണ്ടത് തമാശയായി തോന്നി. ഒരു വേള ചിത്രത്തിന്റെ അണിയറ ശില്പികൾ തന്നെ അതിന് വഴിവെച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് പാർവതി ഹേറ്റ് ബ്രിഗേഡിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഉർവശിയെ മുന്നിൽ നിർത്തി ചെക്ക് ചെയ്യാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവായിരുന്നു അത് എന്നാണ്. പുതിയ സോഷ്യൽ മീഡിയ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ മൂവായിരുന്നു അതെന്നാണ്. അതെന്തായാലും ഫലിച്ചിട്ടുണ്ടെന്നാണ് ചിത്രത്തെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. പാർവതിയുടെയും ഉർവശിയുടെയും ഉജ്ജ്വല പ്രകടനത്തിനിടയിൽ അവഗണിക്കാനാകാത്ത പ്രകടനങ്ങൾ വേറെയും ചിത്രത്തിലുണ്ട് എന്നത് എടുത്തു പറയണം. തോമസ് കുട്ടിയായി പ്രശാന്ത് മുരളി നടത്തിയ ഒതുക്കമുള്ള അഭിനയം അത്തരത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു. കല്യാണം കഴിച്ച അതുപോലെ അലൻസിയറിന്റെ പ്രകടനം, താൻ അറിയാതെ തന്റെ വീട്ടിൽ സംഭവിക്കുന്നത് എന്തൊക്കെ എന്ന പുരുഷ ഗർവിന്റെ പതനത്തിലൂടെ കടന്നു പോകുന്ന ചാച്ചനായി അലൻസിയർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ വളത്തിന്റെ ഗുണമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ വീട്ടിൽ എന്തൊക്കെയുണ്ട് ഞാൻ അറിയാൻ. ഒടുവിൽ പ്രണയത്തിലും ലിംഗബദ്ധ ഉത്കർഷബോധം മറികടക്കാനാവാത്ത കാമുകനായി അർജുൻ രാധാകൃഷ്ണനും മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അഞ്ജുവിന്റെ അമ്മയായി ജയാകുറുപ്പ്, വീണ നായർ തുടങ്ങിയവരും തങ്ങളുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് എന്നത് എടുത്തു പറയണം. സുഷിന്റെ BGM, ഷഹനാദിന്റെ ക്യാമറ എന്നിവ ചിത്രത്തിന് ആവശ്യമായ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തെയും മൂടിനെയും സൃഷ്ടിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പെരുമഴക്കാലത്തിന് ശേഷം ഇങ്ങനെ മഴക്കോട് പിടിച്ച ചിത്രം ഇതാദ്യമാണ് എന്ന് തോന്നുന്നു. ഒരു മൂഡ് ഡ്രിവൺ ചിത്രം ഷൂട്ട് ചെയ്യുക എന്നതിന്റെ വെല്ലുവിളികള് ഷഹനാദ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മിനിമൽ ലൈറ്റിംഗ്, അതുപോലെ തന്നെ വളരെ ക്ലോസ്ഡ് സ്പേസ്, ഇത്തരം അവസ്ഥകളിലൊക്കെ ഇത്രയേറെ തീക്ഷണമായ ഒരു ഇമോഷണൽ ഡ്രാമ ഷൂട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിന്റെ വെല്ലുവിളികൾ വളരെ ഭംഗിയായി ക്യാമറ കൈകാര്യം ചെയ്ത ഷഹനാദ് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഉന്നയിക്കപ്പെട്ട ഒരു കാമ്പുള്ള വിമർശനം രാജീവിന്റെ പാത്ര സൃഷ്ടിയിലെ ഒടുവിലത്തെ പരിണാമം ചിത്രത്തിന് ധൃതിപ്പെട്ട് ക്ലോഷർ നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും അത് ആ കഥാപാത്രത്തോടും അതുവഴി പുരുഷ ലോകത്തോടും കാണിക്കുന്ന അനീതിയാണ് എന്നുമാണ്. എനിക്കത് അങ്ങനെയല്ല അനുഭവപ്പെട്ടത്. കാരണം ഇതാണ്, ഒരു ഘട്ടത്തിലും കർത്തൃത്വം പ്രകടിപ്പിക്കുന്നില്ലാത്ത കഥാപാത്രമാണ് രാജീവ്. അത് പോകെ പോകെ ഒരു ബൈയിങ് ടൈം പ്രകൃതം ആകുന്നതായിട്ടും സൂചനയുണ്ട്. അഞ്ചു കടന്നു പോകുന്ന ട്രോമയോട് യഥാർത്ഥത്തിൽ അയാൾ മുഖം തിരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ടാവുന്നെങ്കിൽ ഗർഭം അല്ലെങ്കിൽ ഗർഭമുണ്ടാകാതെ നോക്കേണ്ടത്, അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ അതിന്റെ അപമാനം പേറേണ്ടത് പെണ്ണിന്റെ ഭാരമാണ് എന്ന ആൺകോയ്മ നിലപാട് അബോധത്തിലെങ്കിലും അയാളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. അതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് കണ്ടവന്റെ കൂടെ കിടന്നവളെ ഏറ്റെടുക്കുന്ന മഹാമനസ്കത എന്ന ആ ഭാഷ്യം. അങ്ങനെ നോക്കുമ്പോൾ രാജീവിന്റെ പരിണാമം പൊടുന്നനെ സംഭവിക്കുന്നതല്ല, അയാളുടെ വ്യക്തിത്വത്തിൽ തന്നെ ലീനമാണ് അതിനുള്ള ഘടകങ്ങൾ. പുരുഷാധികാരത്തിന്റെ നിസ്സംഗത എന്ന പ്രശ്നമാണ് അഞ്ജുവിന്റെ ട്രോമയുടെ വ്യാപ്തി തിരിച്ചറിയുന്നതിൽ നിന്ന് അയാളെ പരാജയപ്പെടുത്തുന്നത്. ഇനി ഒരു ഘട്ടത്തിൽ എന്റേത് തന്നെയാണ്, എന്താണ് ഉറപ്പ് എന്ന തുറന്ന ആൺപോരിമയിലേക്ക് അയാൾ മുന്നേറുമെന്നത് തീർച്ചയാണ്. പ്രത്യേകിച്ച് ആ കണ്ണുവെച്ച സ്വത്ത് കിട്ടാതെ പോകുന്ന സാഹചര്യത്തിൽ സെന്റിമെന്റൽ ഭാഷണത്തിനപ്പുറം അയാൾ തികഞ്ഞൊരു ആൺകോയ്മ ഭാവക്കാരനാകാനുള്ള സാധ്യത അയാളുടെ അപകർഷത്തിൽ ലീനമാണ്. മനോവിജ്ഞാനീയ തലത്തിൽ ഭീരുത്വം, അപകർഷം തുടങ്ങിയ പ്രകൃതങ്ങൾ തങ്ങളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരുടെ മേലുള്ള കടന്നുകയറ്റമായി പ്രകടിതമാകും എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. പലപ്പോഴും അസംതൃപ്തരായ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ സ്ത്രീ പീഡകരാകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്. അതെന്തായാലും പതിവ് ആൺപോരിമയുടെ ചാലുകളിൽ തന്നെയാണ് രാജീവിന്റെ പോക്ക് എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് അഞ്ജുവിന്റെ ആത്മീയ വളർച്ച പൂർണ്ണമാകുന്നതും പെൺ സൗഭ്രാത്രം എന്ന ഫെമിനിസ്റ്റ് വികാസത്തിലേക്ക് അവൾ സന്ദേഹങ്ങൾ തീർന്ന് ഇറങ്ങിപ്പോകുന്നതും. ഇക്കാലത്ത് അഞ്ജുവിനെ പോലെ വിദ്യാഭ്യാസവും ബോധവും ഒക്കെയുള്ള പെൺകുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ ഒന്നും അറിയില്ലായിരുന്നോ? അഞ്ജു വളരെ അത്ര അതിനിഷ്കളങ്കയാണോ എന്നൊരു ചോദ്യമാണ് കണ്ടത്. അതൊരു പ്രശ്നമാണോ എന്നാണ് എന്റെ സംശയം. ഗർഭം എന്ന ഇഷ്യൂ ഇല്ലെങ്കിലും ചിത്രത്തിലെ സംഘർഷങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. എനിക്ക് തോന്നിയത് അഞ്ജുവിന്റെ ട്രോമയെ ഒന്നുകൂടി തീവ്രമാക്കുന്നു എന്നതിനപ്പുറം അഞ്ജു ലീലാമ്മ സംഘർഷത്തിലോ ചിത്രത്തിന്റെ മുഖ്യ ഫെമിനിസ്റ്റ് പ്രമേയമായ പുരുഷാധികാര മൂല്യങ്ങൾക്കെതിരെ പെൺ സൗഹൃദം എന്ന വിഷയത്തിലോ അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല എന്നാണ്. രാജീവിന് എന്തുകൊണ്ടാണ് അഞ്ജു കടന്നു പോകുന്ന ട്രോമയുടെ ആഴം മനസ്സിലാകാത്തത്? എങ്ങനെയാണ് അയാൾ പുരുഷാധികാര മൂല്യങ്ങളുടെ പ്രതിനിധാനമായിത്തീരുന്നത് എന്നതാണ് ആ അവസാനത്തെ ലിബറേഷൻ സാധ്യമാക്കുന്ന അഞ്ജുവിന്റെ തിരിച്ചറിവിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അയാളുടെ ഭീരുത്വം, ആത്മവിശ്വാസമില്ലായ്മ എന്നതൊക്കെ അടുത്ത
കൂടുതൽ ആണധികാരം മുറ്റിയ പീഡന സ്വഭാവത്തിലേക്ക് മറനീക്കി മുന്നേറും എന്ന തിരിച്ചറിവിലേക്ക് അഞ്ജു എത്തുന്നു. അയാൾ തുടക്കം മുതലേ ആ പ്രവണത കാണിക്കുന്നുണ്ട്. പ്രണയമാരീചന് മുന്നിൽ അത് കാണാൻ അഞ്ജുവിന് അതുവരെ പറ്റിയില്ല എന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ അഞ്ജുവിന്റെ ആത്മീയ വികാസത്തിൽ, കമ്മിങ് ഓഫ് ഏജിൽ, അതാണ് ചിത്രത്തിന്റെ പ്രമേയം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ആത്മീയ വികാസത്തിൽ ആ ഫെമിനിസ്റ്റ് പാഠം പഠിച്ചെടുക്കാൻ രാജീവിനെ അവൾ ശരിയായി മനസ്സിലാക്കുക എന്നത് അനിവാര്യമായിരുന്നു. അതിനുള്ള ഏറ്റവും തീക്ഷ്ണമായ അവസരം എന്നതിനപ്പുറം ഒരു പ്രസക്തിയും അഞ്ജുവിന്റെ ഗർഭത്തിനില്ല. ലീലാമ്മക്ക് ആത്യന്തികമായി അതൊരു പ്രശ്നമേ അല്ല. അഞ്ജുവിന്റെ രാജീവിനോടുള്ള ബന്ധം ആസക്തിയിൽ അധിഷ്ഠിതമാണ് എന്ന ചിന്തയിൽ നിന്നാണ് ആ വിമർശനം എന്നാണ് എന്റെ പക്ഷം. ജീവിതം പങ്കിടാൻ തീരുമാനിച്ച പുരുഷനോട് ബന്ധപ്പെടുമ്പോൾ നിരോധന മാർഗം സ്ത്രീക്ക് പരിഗണനയാവില്ല. ഒപ്പം മനസ്സിന്റെ ഒരു പാതി കൊണ്ട് അഞ്ജു അത് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതൊരു ഓപ്പണിംഗ് ആകുമല്ലോ. എന്നാൽ മറുപാതി അത് സംഭവിക്കുമ്പോൾ കിടുങ്ങിപ്പോകുന്ന പ്രായോഗികമതിയുടേതാണ്. നിലനിൽപ്പിനുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്നതിനപ്പുറം ഫലത്തിൽ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള നിലപാടുകൾ തന്നെയല്ലേ ലീലാമ്മയൊക്കെ തുടരുന്നത് എന്നൊരു ചോദ്യമാണ്. തന്നെയല്ല, അങ്ങനെ യാഥാസ്ഥിതിക മൂല്യങ്ങളോട് സമരസപ്പെടുന്നവളാണ് ലീലാമ്മ. അത് തന്നെയാണ് ചിത്രം അവസാനം സ്ഥാപിക്കുന്നത് എന്നൊരു വിമർശനം കണ്ടു. സത്യത്തിൽ വിക്ടോറിയൻ മൂല്യങ്ങളുടെ നിരാസമായാണ് എനിക്ക് ചിത്രം അനുഭവപ്പെട്ടത്. മറ്റൊരാളുടെ ഗർഭം പേറുന്ന പെണ്ണിനെ സ്വീകരിക്കുന്ന ലീലാമ്മ തന്നെയല്ല, അതൊരു രഹസ്യവുമല്ല. അറിയാനുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അതൊരു അങ്ങാടിപ്പാട്ടാകും, ഓൺലി എ മാറ്റർ ഓഫ് ടൈം. എന്നിട്ടും അത് അവർ സ്വീകരിക്കുന്നു. കുടുംബം തന്നെയും പച്ചക്കൊടി കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ടും കുഞ്ഞിന്റെ അച്ഛനല്ല തന്റെ ജീവിതം നിശ്ചയിക്കേണ്ടത് എന്ന് അഞ്ജു തീരുമാനിക്കുന്നു. ഇതൊക്കെ പരമ്പരാഗത മൂല്യബോധത്തിൽ നിന്നുള്ള വേറിട്ട പോക്കാണ് എന്നാണ് എന്റെ തോന്നൽ. നഗര കേന്ദ്രിത ആധുനികതയിലൊന്നും ഇതൊരു വലിയ ചുവടുവെപ്പാകില്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ ഒരു ലെയ്ഡ് ബാക്ക് ജീവിതക്രമത്തിൽ അതത്ര സാധാരണ അല്ല. ഇരുവർക്കും അവരവരുടെ നിലനിൽപ്പിന്റെ കൺവീനിയൻസ് ഉണ്ടാവാം. പക്ഷെ ബോൾഡായ ഒരു ചൂട് എന്നതിലെ ഫെമിനിസ്റ്റ് അടിയൊഴുക്കുകളാണ് ചലച്ചിത്രകാരനെ ആകർഷിക്കുന്നത് എന്നാണ് എന്റെ പക്ഷം. എന്നാൽ ഫെമിനിസ്റ്റ് അടിയൊഴുക്കുകൾ എന്ന ഏക പാഠം എന്ന നിലക്കല്ല അഞ്ജു ലീലാമ്മ കൂട്ടുകെട്ടിനെ കാണേണ്ടത്. ഉള്ളൊഴുക്ക് ചർച്ചയിലും പ്രസക്തമായ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ ദിവസം ആശിഷിന്റെ എനിക്ക് അയച്ചു തന്നിട്ടാണ്, ഇതിന്റെ ലിങ്ക് അയച്ചു തന്നിട്ടാണ് ഞാനത് കണ്ടത്. കരു എന്ന ചിത്രം. അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സെക്സ് ഡിസ്ക്രിമിനേഷൻ എന്നിവയൊക്കെ എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു, ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ ആ ഷോർട്ട് ഫിലിമിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു കണ്ടു. സത്യത്തിൽ ഉള്ളൊഴുക്ക് ചർച്ചയിലും ഈ വിഷയത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദു പയ്യനെ ഉപേക്ഷിച്ച് അമ്മായിയമ്മയുടെ കൂടെ പോയത് ഗർഭാപ്പസിയാണ്, ക്രിസ്ത്യാനിയായ അമ്മായിയുടെ കൂടെ പോയത് ഗർഭാപ്പസിയാണ് എന്ന വില കുറഞ്ഞൊരു ആരോപണം നമ്മൾ കണ്ടു. ആ ആരോപണത്തിന് പിന്നിലുള്ള വിഷലിപ്തമായിട്ടുള്ള വർഗീയ ചിന്ത അത് നമുക്ക് വിട്ടുകളയാം, അതിന് മറുപടി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ആ ആരോപണത്തില് മറുവശത്ത് ഒരു അതിനിഷ്കളങ്കതയുടെ മണ്ടത്തരമുണ്ട്. അതാണ് കാണേണ്ടത്. ക്രിസ്ത്യൻ പെൺകുട്ടി ഹിന്ദുവിന്റെ കൂടെ പോയാൽ ബൈ ഡിഫോൾട്ട് വിപ്ലവമാകും എന്ന ബാലിശമായ ചിന്തയാണത്. സത്യത്തിൽ ജെൻഡർ, സെക്സ്, കാസ്റ്റ്, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻസ് ഇതൊക്കെ സ്ത്രീയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇവയൊക്കെ പരസ്പരം കെട്ടുപിണയും ഖണ്ഡിക്കുകയും ചെയ്യുന്നവയാണ്. ഒന്ന് പരിഹരിച്ചാൽ മറ്റുള്ളവ അപ്രസക്തമാവില്ല. ഒരേ ശക്തിയോടെ അത് ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരെ വരിഞ്ഞു മുറുക്കുക തന്നെ ചെയ്യും. പുരുഷാധികാര മൂല്യങ്ങൾക്കെതിരെ പെൺ സൗഹൃദം എന്ന ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് ലീലാമ്മയും അഞ്ജുവും ഉയരുന്നത് ഈ തിരിച്ചറിവിന്റെ ഘട്ടത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാച്ചന്റെ കഥാപാത്രത്തിൽ മെയിൽ ഈഗോക്ക് സംഭവിക്കുന്ന ഹേർട്ടാണ് അയാള് ഒരു ഘട്ടത്തില് മകൾക്ക് വേണ്ടതൊക്കെ, മകൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യത്തിന് നിഷേധിക്കുന്നതിലേക്ക് എത്തുന്നത്. എന്നാൽ അയാൾ അത് തിരുത്തുന്നത് ലീലാമ്മയുടെ ഇടപെടലിലൂടെയാണ് എന്നത് പ്രധാനമാണ്. തുല്യ ദുഃഖിതയായ ഒരു സ്ത്രീക്ക് മാത്രമേ അഞ്ജുവിന്റെ നിസ്സഹായതയുടെയും കുതറലിന്റെയും ഡയമെൻഷൻസ് മുഴുവനായി മനസ്സിലാകുന്നുള്ളൂ എന്നത് ചിത്രം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്.